ബെസ്റ്റ് മീഡിയ ട്രാക്ക് ഹിന്ദി ലേണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ജിസ് ഗലി മേ രഹത്താ ഹൂം എന്ന പാഠഭാഗത്തു നിന്നും വിക്ടേഴ്സ് ക്ലാസ്സിൽ നടന്ന ആക്ടിവിറ്റിയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് ആക്ടിവിറ്റിയാണ് തന്നിരുന്നത്. ആദ്യത്തെ ആക്ടിവിറ്റി ഇതായിരുന്നു, മിർസ ഗാലിബിൻ്റെ ചരിത്ര പർ ടിപ്പണി തയ്യാർ കരെ. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ടിപ്പണി തയ്യാറാക്കാനാണ് തന്നിരുന്നത്. വിക്ടേഴ്സ് ക്ലാസ്സിൽ കുറച്ച് ഹിൻഡ് തന്നിരുന്നു. ക്യാരക്ടറിനെ കുറിച്ച് എഴുതുമ്പോൾ ഈ ഹിൻഡ് അനുസരിച്ചാണ് എഴുതേണ്ടത്. आदित्य हिंद उर्दू फारसी के प्रसिद्ध शायर, अंग्रेज़ों से पीड़ित, कविता के ज़रिए अंग्रेज़ों से पड़ोसियों को बचाने वाला, बिश्ती चिराग अली की हत्या पर दुखी, मुसीबत के समय सोए कष्ट सहकर भी दूसरों की मदद करने वाला, दूसरों की दया और हमदर्दी को मान्यता देने वाला, तन्हाई और अकेलेपन में सिर्फ कलम के सहारे जीने वाला, अपने कपड़े तथा बिस्तर बेचकर जिंदगी चलाने में विवश. गालिब के चरित्र पर टिप्पणी तैयार करें. उत्तर, मिर्ज़ा गालिब उर्दू एवं फारसी के महान शायर, मुगल काल के आखिरी शासक बहादुर शाह जफर के दरबारी कवि. ഉറുദുവിലെയും പാഴ്സിലെയും പ്രസിദ്ധനായ കവി, മുഗൾ ഭരണകാലത്തിൻ്റെ അവസാന ഭരണാധികാരിയായ ബഹാദുർ ഷാ ജഫറിൻ്റെ രാജ്യസഭയിലെ കവിയായിരുന്നു. जब वे दिल्ली में थे उस समय अंग्रेज़ों ने सीधे साधे लोगों को मारना शुरू कर दिया. അദ്ദേഹം ദില്ലിയിലായിരുന്നപ്പോൾ ഇംഗ്ലീഷുകാർ സാധാരണക്കാരായ ജനങ്ങളെ കൊല്ലാൻ ആരംഭിച്ചു. अंग्रेज़ों के अत्याचार को देखकर उसने एक डायरी लिखी थी. ഇംഗ്ലീഷുകാരെ അത്യാചാരം കണ്ട അദ്ദേഹം ഒരു ഡയറി എഴുതുകയുണ്ടായി. इसका नाम है दस्तंबू. അതിൻ്റെ പേരാണ് ദസ്തംബു. इसमें साधारण लोगों की मुसीबत और भूख तथा प्यास से तड़पते लोगों का भी जिक्र है. ഇതിൽ സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും വിശപ്പും ദാഹവും കൊണ്ട് പിടയുന്ന ജനങ്ങളുടെ വേവലാതിയുമാണ്. 5 अक्टूबर 1857 में कुछ अंग्रेज़ गालिब के घर घुस आए. 1857 ഒക്ടോബർ 5 കുറച്ച് ഇംഗ്ലീഷുകാർ ഗാലിബിൻ്റെ വീട്ടിൽ പ്രവേശിച്ചു. उन्होंने गालिब के साथ उनके दोनों बच्चे, नौकर और कुछ पड़ोसियों को गिरफ्तार करके कर्नल ब्राउन नामक अंग्रेज़ ऑफिसर के सामने पेश किया. ഇംഗ്ലീഷുകാർ ഗാലിബിനെയും കൂടെ അദ്ദേഹത്തിൻ്റെ 2 മക്കളെയും വേലക്കാരെയും കുറച്ച് അയൽക്കാരെയും അറസ്റ്റ് ചെയ്ത് കേണൽ ബ്രൗൺ എന്നു പേരായ ഇംഗ്ലീഷ് ഓഫീസറുടെ മുമ്പിൽ ഹാജരാക്കി. കേണൽ ബ്രൗൺ കലാओं को प्रोत्साहन करने वाला व्यक्ति है. കേണൽ ബ്രൗൺ കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയാണ്. വേ കവിത ഓർ കവിയോं को ആദർ करते थे. അദ്ദേഹം കവിയെയും കവിതകളെയും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കവി होने के कारण गालिब और पड़ोसियों को रिहा कर दिया. കവി ആയതുകൊണ്ട് ഗാലിബിനെയും അദ്ദേഹത്തിൻ്റെ അയൽക്കാരെയും മോചിപ്പിച്ചു. अंग्रेज़ी ऑफिसर हडसन ने गालिब के पहचान चिराग अली को मार डाला, इसलिए वो बहुत दुखी हुआ था. ഇംഗ്ലീഷ് ഓഫീസറായ ഹഡ്സൺ ഗാലിബിൻ്റെ പരിചയത്തിലുള്ള ചിരാഗ് അലിയെ കൊലപ്പെടുത്തി. ഇതിൽ അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു. ഗാലിബിനെ ഭൂഖാ രഹകർ അപ്പനെ ഹിസ്സേ സെ റൊട്ടിയം ദൂസറോं को देती थी. ഗാലിബ് വിശന്നിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ പങ്കിൽ നിന്നും റൊട്ടി മറ്റുള്ളവർക്ക് നൽകിയിരുന്നു. ദൂസറോं की भूख बुझाने में उनको तसल्ली मिलती थी. മറ്റുള്ളവരുടെ വിശപ്പകറ്റുന്നതിൽ അദ്ദേഹത്തിന് ആശ്വാസം ലഭിച്ചിരുന്നു. जब गालिब मुसीबत में पड़ा उस समय कुछ लोगों ने उनको मदद की. എപ്പോഴാണോ ഗാലിബിന് ബുദ്ധിമുട്ടുകളുണ്ടായത് ആ സമയത്ത് അദ്ദേഹത്തെ ഒരുപാട് പേര് സഹായിക്കുകയുണ്ടായിരുന്നു. വേ ദൂസറോं की दया और हमदर्दी को मान्यता देने वाला है. അദ്ദേഹം മറ്റുള്ളവരുടെ ദയയും സഹതാപത്തിനും മാന്യത കൊടുക്കുന്ന വ്യക്തിയാണ്. ഗാലിബ് കോ ബഹുത്ത് ദോസ്ത. ഗാലിബിന് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. വോ ഏക് കർ മാർ ഡാലെ ഗയെ. അവരെല്ലാവരും ഓരോരുത്തരായി കൊല്ലപ്പെട്ടു കഴിഞ്ഞു. इस तन्हाई और अकेलेपन में सिर्फ अपनी कलम के सहारे ही जिंदा बचा रह गया है. ഈ ഏകാന്തതയിലും ഒറ്റപ്പെടലിലും എൻ്റെ തൂലികയുടെ സഹായം കൊണ്ട് മാത്രം ജീവൻ അവശേഷിച്ചിരിക്കുകയാണ്. अभावग्रस्त समय में गालिब अपने पास की चीज़ें बेचकर रोटी का इंतजाम करते थे. ഇല്ലായ്മയുടെ സമയത്ത്, അതായത് ഭക്ഷണ സാധനങ്ങൾ കുറവായ സമയത്ത് ഗാലിബ് തൻ്റെ പക്കലുള്ള സാധനങ്ങൾ വിറ്റാണ് ആഹാരത്തിനുള്ള വകകൾ കണ്ടെത്തിയിരുന്നത്. उनका मृत्यु 15 फरवरी 1869 को हुआ था. 1869 ഫെബ്രുവരി 15 അദ്ദേഹം മരണപ്പെട്ടത്. അടുത്ത ആക്ടിവിറ്റി ഇതായിരുന്നു, उन्होंने गरीबों के घर भी जला दिए. സർവനാം സംഖ്യ. ഇവിടെ സർവനാമമായി വരുന്നത്
വേയാണ് വേർബ് പ്ലസിന് ഉൻഹോനെ. സംഖ്യ അംഗ്രേസ് ഇംഗ്ലീഷുകാരാണ് പാവങ്ങളുടെ വീട് കത്തിച്ചത്. അടുത്തത് അപ്പനി അപ്പനി ജാൻ ബച്ചാക്കർ വേ ബാഗ് നിക്കലി. സ്വന്തം ജീവനും കൊണ്ട് അവർ ഓടി രക്ഷപ്പെട്ടു. ഇവിടെ ഡൽഹി നിവാസിനികളാണ് അവരുടെ ജീവനും കൊണ്ട് ഓടിയത്. ഇവിടെ സർവനാമമായി വരുന്നത് വേയാണ്. സംഖ്യയുടെ സ്ഥാനത്ത് ദില്ലിവാലെ. സംഖ്യ എന്ന് പറയുന്നത് നാമമാണ്. നാമത്തിൻ്റെ ആവർത്തനം ഒഴിവാക്കാനാണ് സർവനാമം ഉപയോഗിക്കുന്നത്.